ഹായ്. താങ്ക് യു. സാറിൻ്റെ പേര്? എൻ്റെ പേര് ആനന്ദ്. സ്ഥലം? പേരാണെങ്കിലോ? എൻ്റെ പേര് ഷിബിൽ. ഞാൻ അവിടെ ഫിറ്റ്നസ് ട്രെയിനറാണ്. സാറിൻ്റെ ഗോൾസ് കാര്യങ്ങളൊക്കെ? എനിക്ക് എൻ്റെ ഓവർ വെയിറ്റ് ആണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഞാനൊരു പ്രോപ്പർ BMI നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുറച്ച് മസിൽ ബിൽഡ് ചെയ്താലും കൊള്ളാം എന്നുണ്ട്. അപ്പോൾ ബേസിക് മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആണ്. പ്ലസ് മസിലൊന്ന് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം. സാറ് എങ്ങനെയാണ് ജിമ്മിനെ കുറിച്ച് അറിഞ്ഞത്? ജിമ്മിനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ജിമ്മിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാറുണ്ട്. ഞാൻ കുറച്ച് കാലമായി വിചാരിക്കും നിങ്ങളുടെ ജിമ്മിൽ ജോയിൻ ചെയ്താലോ എന്ന്. സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു റെസൊല്യൂഷൻ പോലെ നമ്മുടെ ബോഡി വെയിറ്റ് ഒന്ന് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ച് ഇങ്ങോട്ട് വന്നത്. സാർ, ഇത് നമ്മളെ നമുക്കിവിടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് റെഡിനെസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതായത് ഫോമാണ്. അപ്പോൾ ജസ്റ്റ് സാറിൻ്റെ ഗോൾസ് കാര്യങ്ങൾ, സാറിൻ്റെ പീരിയഡൈസേഷൻ പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഈ ഫോം ജസ്റ്റ് ഫിൽ ചെയ്താൽ ഹെൽപ്ഫുൾ ആയിരിക്കും. സാറിൻ്റെ പ്രൊഫഷൻ? ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. സാറിന് ഇപ്പോൾ നമ്മൾ ജിമ്മിലേക്ക് വരാൻ ടൈം എന്തെങ്കിലും ബാരിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് മിക്ക സമയത്ത് കുറച്ച് റിലാക്സ് ആണെങ്കിൽ ചില സമയത്ത് ഒരുമിച്ച് കുറേ സമയം ഒരു ലോങ് പീരീഡിൽ അല്ലെങ്കിൽ ചെറിയൊരു ഡ്യൂറേഷനിൽ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ട് വരാറുണ്ട്. നമുക്ക് വർക്കൗട്ടൊക്കെ ബ്രേക്ക് വരാറുണ്ട്. അതൊരു ബാരിയറാണ്. അത് നമുക്ക് ഓർഗൻ ചെയ്യാനാണ്. നമുക്ക് സാറിൻ്റെ ടൈമിനനുസരിച്ച് നമുക്ക് നമുക്ക് ഇത് വെക്കുന്നതാണ്. സാറിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ്. സാറിന് നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് നമുക്ക് ഇതാക്കാൻ സാറിന് ടൈമിന് ഇതിന് പ്രശ്നം കാണുന്നുണ്ട്. സാറിന് വരാനായിട്ട് ബ്രേക്ക് ആവാൻ നമുക്ക് എന്ത് ചെയ്യാം? സാറിൻ്റെ ഇപ്പോൾ വെയിറ്റ് ലോസ് ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 1 month ഒക്കെ നമുക്ക് സ്ട്രെച്ചിങ്സ്, ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി വർക്ക്സ് ഒക്കെ നോക്കും. സാറിൻ്റെ മസിൽസിനൊന്നും സാർ ഇപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കാറില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മസിൽസിനൊന്ന് ആക്റ്റീവ് ആക്കി അതിന് ശേഷം നമുക്ക് സാറിൻ്റെ അസസ്മെൻ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ഗ്രാജുവലി എന്ത് ചെയ്യാം? നമുക്ക് വെയിറ്റ് ട്രെയിനിങ് അതിലൊക്കെ കിടക്കാം. അപ്പോൾ സാറിൻ്റെ ഹൈറ്റും കാര്യങ്ങളും ജസ്റ്റ് മെഷർ ചെയ്യുക. പിന്നെ അതുപോലെ നമുക്കിവിടെ മെഷീനായിട്ടുള്ള ബോഡി MBA ഉണ്ട്, ബോഡി കമ്പോസിങ് അനലൈസർ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് സാറിൻ്റെ ഫ്ലൂയിഡ് ലെവൽ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാർ ഹൈഡ്രേറ്റഡ് അല്ലേ? നമുക്ക് മെഷർമെൻറ്റ്സിലേക്കാണ്. സാറ് ഷൂസ് ഒന്ന് അയച്ചു. സാറ് ടച്ച് ചെയ്തോട്ടെ. ഓക്കെ. ജസ്റ്റ് റിലാക്സ് ചെയ്യുന്നുണ്ട്. ഫീറ്റ് ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ബാക്ക് ചെയ്ത് റിലാക്സ്. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബോഡി കമ്പോസിഷൻ അനലൈസറാണ്, BA എന്ന് പറയുന്നത്. അപ്പോൾ സാർ ഹൈഡ്രേറ്റഡ് ആണെന്ന് പറഞ്ഞത് സാർ അത് ഫുഡ് ഒന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതിൽ സാറിന് ജെൻഡർ ചൂസ് ചെയ്യും. സാറിൻ്റെ ഏജ് ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്തു. സാർ ഹൈറ്റ് 172 അത് ജസ്റ്റ് ഹാൻഡ് ജസ്റ്റ് ടൈം പറയാം. അപ്പോൾ ഈ ജസ്റ്റ് ഹാൻഡിൽ ജസ്റ്റ് എടുത്തിട്ട് 2 ആംസിനും പ്ലേസ് ചെയ്യും. എടുത്തോ. ജസ്റ്റ് മെല്ലെ പ്രസ് ചെയ്താൽ മതി.
ടൈം കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ക് കംപ്ലീറ്റ് ആയി ജസ്റ്റ് ഹാൻഡ് ബാസ് പ്ലേസിൽ പ്ലേസ്. ഓക്കെ, എന്നാൽ പ്ലേസ് ചെയ്യും. നല്ലതാണ്. ബോഡി കമ്പോസ് വെയിറ്റ് സാറിന് കുറച്ച് കൂടുതലാണ്, 83. എപ്പോൾ നമ്മുടെ സ്കെൽറ്റൽ മസിൽ മാസ് വരുന്നത് 33.8 kg ആണ്. ജസ്റ്റ് എപ്പോൾ കാരണം ഫാറ്റ് മാസ് വരുന്നത് 23.7 kg. ഒരു എബോൺ ഇതൊക്കെ സാറിൻ്റെ ടാർഗറ്റ് ഫാറ്റ് ലോസ് ആയിരുന്നു, നമുക്ക് നോർമലാക്കി എടുക്കാവുന്നതാണ്. കുഴപ്പമില്ല, അധികം കൂടിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു എബോ സാറിൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് വരുന്നത് 28.5%. സ്ലൈറ്റ്ലി ഇൻക്രീസ് ആണ്, പക്ഷെ അതൊക്കെ നമുക്ക് കുഴപ്പമില്ല. ഇതാക്കും. വേസ്റ്റ് ഹിപ്പ് റേഷ്യോ 0.094 ആണ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ. പിന്നെ സാറിൻ്റെ റൈറ്റ് ഹാൻഡിനാണ് കുറച്ചും കൂടി ഒരു പവർ കൂടുതൽ, ബാലൻസ് അല്ല, അത് ജസ്റ്റ് ഇതാണ്. നമുക്ക് മൊബിലിറ്റി വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് സാറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് അതുപോലെ ഈക്വലായിട്ട് ബാലൻസ് ചെയ്യുക. അതുപോലെ സാറിൻ്റെ ചെസ്റ്റ് നോർമലാണ്, 25.3 ആണ്. സാറിൻ്റെ ഫൂട്ട് വരുമ്പോൾ റൈറ്റിന് കുറച്ചും കൂടി പവർ, നേരത്തെ നമ്മൾ ഇതിൻ്റെ കേസ് പറഞ്ഞ പോലെ ഹാൻഡിൻ്റെ കേസ് പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു 9.36 കൂടുതലാണ്, 5 grams കൂടുതലാണ്. ഓക്കെ, ബോഡി ടൈപ്പ് വരുന്നത് ജസ്റ്റ് ഒബീസ് കാറ്റഗറിയിലാണ്. അത് നമുക്ക് വെയിറ്റ് ലോസ് ആയ കാരണം നമുക്കത് കുറച്ചെടുക്കാനാണ്. പിന്നെ ബേസിക് മെറ്റബോളിക് റേറ്റ് വരുന്നത് 1656 ആണ്. പിന്നെ സാറിൻ്റെ ടാർഗറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 72 kg. അതൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8 kg 7 kg ഡിക്രീസ് ചെയ്യാനുണ്ട്. പിന്നെ സാറിൻ്റെ ഫാറ്റ് കൺട്രോൾ മൈനസ് ആണ്. നമുക്ക് കുറച്ച് സാറിൻ്റെ മൊബിലിറ്റി വർക്ക് എക്സസൈസ് പ്ലാനിങ്ങിനായിട്ട് സാറിൻ്റെ ഹാംസ്ട്രിങ് ക്വാഡ്രൈസെപ്സിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ ടെസ്റ്റും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യും. ഇതിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെഗ് പ്ലേസ് ജസ്റ്റ് ആണ് ചെസ്റ്റിനോട് ചെയ്തോട്ടെ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വീഴുക. ഹെഡ് റിലാക്സ് ചെയ്യും. സാധനം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 325 അത് നോർമലാണ് അറേഞ്ച് ചെയ്യുന്നത്. നമുക്ക് അടുത്ത കാർഡിയോസ്റ്റായ Okay, next announcement. ഷൂസ് ഉണ്ട്. What time? Starting though. Starting.
നെക്സ്റ്റ് സാറിൻ്റെ നമുക്ക് മസ്കുലർ എൻഡോൺ ടെസ്റ്റ് ആയ പുഷപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ഫസ്റ്റ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കാരണം മസ്കുലർ എൻഡോൺ ടെസ്റ്റ് എത്ര ലോങ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മസ്കുലർ ഈ പുഷപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 4.1 4 ഹോൾഡ് പൊസിഷനിൽ ജസ്റ്റ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് എങ്ങനെയാണ്. ഇപ്പോൾ ഫസ്റ്റ് 4 ഹോൾഡ് പൊസിഷനിൽ സാറിന് ഈസ് ഫ്ലോറിൽ പ്ലേസ് ചെയ്യുക. അതുപോലെ ഷോൾഡർ വിട്ട് സാറിൻ്റെ ആംസിൽ ഹാൻഡ്സ് പ്ലേസ് ചെയ്യുക. വൺ ലെഗ് ബാക്കിലേക്ക് ഫോർവേഡ്, ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് അനദർ ലെഗും ബെൻഡ് ചെയ്യുക. സാറിൻ്റെ എൽബോസ് ഒന്ന് ജസ്റ്റ് വൈഡാക്കി ചവിട്ടി വെച്ചിട്ട് താഴെ 1 2 3 ചിൻ താഴെ കൊണ്ടുവരുന്നത് പ്രോട്ടോക്കോൾ അനുസരിച്ച് ചിൻ താഴെ കൊണ്ടുവരുന്നത് 1 കൗണ്ട് ചെയ്യുക. സ്പൈനിനും ഹെഡിനും ഇട്ടുള്ള 3 4 5 6 7 8 9 10 11 12 13 pass. നെക്സ്റ്റ് നമുക്ക് സാറിൻ്റെ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ആക്ടിവിറ്റി എത്രത്തോളം നമുക്ക് കാർഡിയോവാസ്കുലർ അതിൽ പാർട്ട് ടെസ്റ്റാണ്. നമ്മൾ ട്രെഡ്മിൽ നമ്മൾ ട്രെഡ്മിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വെച്ചാൽ 2 പ്ലാറ്റ്ഫോമിലായിട്ട് നമ്മൾ സ്റ്റെപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ സ്റ്റാർട്ട് ബട്ടൺ 2 ടൈംസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രെഡ്മിൽ ഓണായി. അപ്പോൾ സാറിന് ഈ സൈഡിൽ സ്പീഡും അതുപോലെ ഈ സൈഡിൽ ഇൻക്ലൈനാണ് വരുന്നത്. സെൻട്രൽ ഡിസ്റ്റൻസ് അതുപോലെ ഇവിടെ ഈ ഏരിയയിൽ ടൈമാണ് വരുന്നത്. പിന്നെ സാറിന് ഹാർട്ട് റേറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 ടൈംസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെഡ്മിൽ സ്റ്റാർട്ട് ആവും. അപ്പോൾ സ്ലൈഡ് ജോയിനിങ് ആണ് സാർ ആദ്യം ഫസ്റ്റ് ഇന്ത്യൻ ചെയ്യണം. അപ്പോൾ സാറിന് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി സ്ട്രെസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ സാറിന് എന്ത് ചെയ്യാം, എമർജൻസി ബട്ടൺ പ്രസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്ത് സ്ലൈറ്റായിട്ട് സാറിന് വാം ചെയ്യുക. പിന്നെ അത് ആഫ്റ്റർ സാറിന് 5 മിനിറ്റ്സ് വാം ചെയ്തതിനു ശേഷം സാറിൻ്റെ ബോഡി വാങ്ങുന്നതിന് സാറിന് 5.4 ഇതിൽ സ്പീഡിൽ എന്ത് ചെയ്യണം, സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇട്ടിട്ട് സാറിന് അൺടിൽ ഫാറ്റിഗ് ആവുന്നവരെ ചെയ്യുക. 1% ഇംഗ്ലൈനിൽ ഇട്ടിട്ട്. ഓക്കെ, ഓക്കെ സാറി അത് സ്റ്റോപ്പ് ആയി. രണ്ട് പ്ലാറ്റ്ഫോം റിക്വസ്റ്റ്.
ഫസ്റ്റ് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തോ. Okay, fast. സാറ് പൾസ് എടുക്കണം സാർ. PP മാക്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ പൾസ് എടുക്കണം സാർ. ടച്ച് ചെയ്തോ. അപ്പോൾ സാറിൻ്റെ PP മാക്സ് നോർമലാണ്. 10 സെക്കൻഡ്സിൽ 60-70 ആവറേജ് ബ്രീത്ത് തരുന്നത് നോർമലാണ്. ഓക്കെ, ഫ്രണ്ടിലും സാറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ നമ്മളൊരു ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തുള്ളൊരു നമ്മൾ ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. നമ്മൾ റേഞ്ച് ഓഫ് മോഷൻ മനസ്സിലാക്കാൻ പറ്റിയോ. ഞാൻ എൻ്റെ വിചാരം എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്സ് ഉണ്ടെന്നായിരുന്നു. അപ്പോൾ അതങ്ങനെയില്ല എന്നൊക്കെ മനസ്സിലായി. സാറിൻ്റെ ഓവറോൾ ബോഡി കപ്പാസിറ്റി സാറിൻ്റെ ടെസ്റ്റും അതുപോലെ നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്ത റേഞ്ച് ഓഫ് മോഷൻ ടെസ്റ്റ് പിന്നെ മസ്കുലർ ടെസ്റ്റൊക്കെ സാറിന് ഓക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. സാറിന് എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സാറിന് ഓവറോൾ ബോഡി ഫംഗ്ഷനൊക്കെ പിന്നെ ഇടയ്ക്ക് ആക്ടിവിറ്റി വരുന്നതാണ് അതിൻ്റെ പ്രശ്നം. സാറിന് വെയിറ്റ് ലോസ് ഈസിലി പോസിബിൾ ആണ്. പിന്നെ നമുക്ക് സാറ് എത്ര മാസം കൊണ്ട് വെയിറ്റ് ലോസ് ഒരു 10 months കൊണ്ട് എനിക്ക് എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത്. അപ്പോൾ ആ പീരീഡിൽ നമുക്ക് എന്തായാലും ലോങ് ടൈം ആയ ഷോർട്ട് ടൈം മീഡിയം ടൈം ലോങ് ടൈം പീരീഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സാറിൻ്റെ ഗോൾസ് ഫുൾഫിൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, സാറിന് ജോയിൻ ചെയ്യാൻ ഞാൻ നാളെ തൊട്ട് പറഞ്ഞു